ഹായ് മക്കളെ, ഞാൻ കാവ്യ. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SLCയുടെ നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, മെറ്റൽസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമായ വാക്കാണ്. ഈ ഏൻഷ്യൻ ടൈംസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഓരോ ഏജസ്, അതായത് സ്റ്റോൺ ഏജ്, മനുഷ്യൻ സ്റ്റോൺസും കൊണ്ട് വെപ്പൺസൊക്കെ യൂസ് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് വരുന്ന ഫോളോയിങ് ഏജാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൂർവികർ സ്റ്റോൺസിൽ നിന്നും, അതായത് ദുഷ്ടരായ വേട്ടമൃഗങ്ങളിൽ നിന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും സ്റ്റോൺസാണ് ആദ്യം ആയുധങ്ങളായിട്ട് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽസാണ് പിന്നെ ആയുധങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളുടെ ആ ഏൻഷ്യൻ പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓരോ മെറ്റൽസിൻ്റെ പേരിലും. ഏതൊക്കെയാ? കോപ്പർ ഏജ്, അതുപോലെ തന്നെ ബ്രോൺസ് ഏജ്, അയൺ ഏജ്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ നമ്മൾ ഇപ്പോൾ മെറ്റൽസിൽ, അതായത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയ നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്ന, ഇവിടെ അഗ്രികൾച്ചർ സെക്ടർ ആകട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ വേറെ ഹെൽത്ത് സെക്ടർ ആവട്ടെ, ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ആവട്ടെ, എല്ലാ സെക്ടേഴ്സിലും മെറ്റൽസിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അഗ്രികൾച്ചറിലാണെങ്കിൽ നമ്മൾ ടൂൾസ് ഉണ്ടാക്കുന്നു, പലതരം ഉപകരണങ്ങൾക്ക് യൂസ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷനാണെങ്കിൽ നിങ്ങളുടെ കാറിൻ്റെയൊക്കെ ബോഡി ഇല്ലേ, അതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന മെറ്റൽസും കൊണ്ടാണ്. ഫ്ലൈറ്റിൻ്റെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന മെറ്റൽസിലാണ്. അതുപോലെ തന്നെ ഇനി മെഡിക്കൽ ടൂൾസ് ആണെങ്കിൽ മെഡിസിനൽ ടൂൾസ് വരുന്ന അങ്ങനെയാണ്. കമ്പ്യൂട്ടേഴ്സിൽ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ന് വേണ്ട കുറേ സ്ഥലത്ത് നമ്മൾ ഈ മെറ്റൽസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽസ് അപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ മെറ്റൽസിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ചുമ്മാ ഭൂമിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു മെറ്റൽ, അങ്ങനെയാണോ? അല്ല. ഈ മെറ്റൽസ് നമ്മൾ കുറേ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ. ഈ മെറ്റൽസൊക്കെ നമ്മൾ കാണുന്ന പോലെ പെർഫെക്റ്റ് ഷേപ്പിലൊന്നും അല്ല. ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ പോലെ, ഒരു വളരെ ഇങ്ങനെ കൂടിക്കിടന്ന് നിൽക്കുന്ന ഒരു ഷേപ്പില്ലാത്ത പോലെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിൽ കുറേ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു മെറ്റൽ വസ്തു നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് മെറ്റൽസ്, എവിടെ നിന്നാണ് അത് വരുന്നത്, നമ്മുടെ കയ്യിലേക്ക് അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെയാണ് നമ്മൾ മെറ്റൽസിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് ഇത്രയും മെറ്റൽസിന് നമ്മളുടെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത്? എന്തുകൊണ്ടാണ് മെറ്റൽസിന് ഇത്ര പ്രാധാന്യം വന്നത്? വേറെ ഒന്നുമല്ല, ഇനി കുറേ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കേ, കുറേ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. സൊണോറിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ മെറ്റൽസിൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടീസാണ്. എന്താണ് ഈ സൊണോറിറ്റി? എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളൊരു മെറ്റൽ കഷ്ണത്തിലേക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റും കൊണ്ട് ഒരു അടി കൊടുക്കുക, ഒരു തട്ട് കൊടുക്കുമ്പോൾ ടിങ് ടോങ് എന്നൊരൊച്ച കേൾക്കും. അങ്ങനെ കേൾക്കുന്ന ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാലിബിലിറ്റി. അതായത് നമ്മൾ ഈ ഷീറ്റ്സ് ഒക്കെ ഇടൂലേ, അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മെറ്റൽസിനെ നമുക്കിങ്ങനെ തല്ലി ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്താൻ പറ്റും. അങ്ങനെ ആ തിൻ ഷീറ്റ്സിലേക്ക് മെറ്റൽസിനെ മാറ്റാൻ പറ്റുന്ന കഴിവിനെയാണ് മാലിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡക്റ്റിലിറ്റി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വയേഴ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിലുണ്ടാവുന്ന ഒരു സാധാ ഇലക്ട്രിക് വയർ ആയിരിക്കും. പക്ഷേ അതൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ മുടിനാരിൻ്റെ അത്രയും തിന്നായിട്ടുള്ള കുഞ്ഞു നാരുകൾ കാണാം. അത് വേറൊന്നുമല്ല മക്കളെ, കോപ്പർ വയേഴ്സാണ്. സോ ഏതൊരു മെറ്റലിനും ഇങ്ങനെ കുഞ്ഞു വയേഴ്സായിട്ട് അതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ തിൻ വയേഴ്സായിട്ട് അതിനെ മാറ്റുന്നതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മെറ്റൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകില്ലേ? അപ്പോൾ ഒരു നട്ടുച്ച ടൈമിലേക്കൊക്കെ ആ ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദൂരേന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ തിളക്കം കാണാൻ പറ്റും, ഒരു ഷൈനിങ് കാണാൻ പറ്റും. ഇനി സ്വർണ്ണക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വർണ്ണമൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ സ്വർണ്ണമാലകൾക്കൊക്കെ ഒരു തിളക്കമുണ്ട്. ഇനി മിഠായി കവർ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് കോട്ടിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഷൈനിങ് അപ്പിയറൻസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. വണ്ടികളിലൊക്കെ മെറ്റാലിക് കോട്ടിങ്, ഒരു ഷൈനിങ് ഉണ്ട്. ഇനി കാറുകളൊക്കെ വെളിയിൽ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബോഡിയൊക്കെ വെയിലത്തിങ്ങനെ വെട്ടിത്തിളങ്ങും, ഒരു ഷൈനിങ് ആണ്. അതിനെയാണ് നമ്മൾ ലസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, ഈ വയേഴ്സിലൊക്കെ മെറ്റൽ ഇങ്ങനെ മുടിനാരി പോലെ ഉണ്ടാവുമെന്ന്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ വയേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്? ഒരു മെറ്റൽ റോഡ് എടുത്ത് ഞാനൊരു സൈഡിൽ
ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ഇപ്പുറത്ത്, അതായത് ഇതിപ്പോൾ ഒരു മെറ്റൽ റോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അറ്റത്ത് ഞാൻ തീ കൊടുക്കുക. പക്ഷെ ഞാൻ ഇപ്പുറത്ത് പിടിച്ചുകൊണ്ട് ചുമ്മാ തീ കൊടുത്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ എൻഡിലും എൻ്റെ പൊള്ളും. തീ കൊടുക്കുന്ന ഞാൻ ഈ എൻഡിലൂടെയാണ്, പക്ഷെ എനിക്കിവിടെ പോവും. കാരണം എന്താ, ഇതിൽ കൂടെ ഹീറ്റ് ഫ്ലോ ആകുന്ന, ഹീറ്റ് മാത്രമല്ല മെറ്റൽസിൽ ഇങ്ങനെ കറണ്ടും ഫ്ലോ ആകും. അപ്പം ഹീറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും മെറ്റൽസിന് കണ്ടക്ട് ചെയ്യാനും പറ്റും. അതും ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സൊണോറിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ലസ്റ്റർ, കണ്ടക്ടിവിറ്റി. ഇത് 5 പ്രോപ്പർട്ടീസാണ് മെറ്റൽസിനുള്ളത്. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് വേരിയസ് സെക്ടേഴ്സിൽ നമ്മൾക്ക് മെറ്റൽസ് ഇത്രയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കണക്കിന് നമ്മളുടെ ഇത്രയും പുരോഗമനം ഉണ്ടായിരിക്കുന്നത് തന്നെ ഈ പ്രോപ്പർട്ടീസൊക്കെ മെറ്റൽസിനുള്ളത് കൊണ്ടും നമ്മളത് റിയലൈസ് ചെയ്ത് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയതും കൊണ്ടാണ്. ഇനി നമ്മൾ സോഷ്യൽ സയൻസിൽ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമിനെ ഇങ്ങനെ പല ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണേ കേട്ടോ. അതിൻ്റെ ഒരു പടമാണ് കാണിച്ചേക്കണേ. ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പേടിക്കേണ്ട, ഇങ്ങോട്ടൊന്നും പോകണ്ട. നമുക്കിതിനകത്ത് ക്രസ്റ്റ് മാത്രം മതി. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഔട്ടർ, ഈ കാണുന്ന ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ലെയറില്ലേ, ഈ ഔട്ടർ ലെയറിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പറയുന്ന മെറ്റൽസ് ഇതുപോലെ എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഈ ഔട്ടർ ലെയറിലായിരിക്കും മെറ്റൽസിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭൂമിയുടെ ക്രസ്റ്റിലാണ് എപ്പോഴും നമ്മൾ മെറ്റൽസ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടിലൊക്കെ ഓടുമ്പോൾ ഒരു തിളക്കം, നമ്മുടെ ഈ മണ്ണിനൊക്കെ ഒരു തിളക്കം കാണുന്നത് എന്തുകൊണ്ടാണ്? പുറമേ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കുഴിച്ച് കഴിഞ്ഞാൽ തന്നെ മെറ്റൽസ് നമുക്ക് കിട്ടും. പക്ഷെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. കാരണം ഒരു മെറ്റൽ എന്ന് പറയുന്നത്, മെറ്റൽസ് എന്ന് പറയുന്ന സാധനം, ഈ പറയുന്ന ഇത് നമുക്ക് മെറ്റൽസ് ഇങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ അവിടെ എനിക്കൊരു ഗോൾഡ് കിടക്കണം, അല്ലെങ്കിൽ ഒരു അലൂമിനിയം കിടക്കണം, അങ്ങനെ എനിക്ക് വേഗം കിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മെറ്റൽസ് കിട്ടുന്നത് എവിടെ നിന്ന്? ഈ മെറ്റൽസ് നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടുന്നു എന്നറിയാം. പക്ഷെ ഭൂമിയിൽ ഇങ്ങനെ ചുമ്മാ മെറ്റൽസ് ആയിട്ട് കിടക്കില്ല. നമുക്ക് മെറ്റൽസ് ഇങ്ങനെ കിട്ടുന്നത് മിനറൽസിൽ നിന്നാണ്. എന്താണ് പറയണത്? മിനറൽസിൽ നിന്നാണ് കിട്ടുന്നത്. എന്താണ് അപ്പോൾ ഈ മിനറൽസ് എന്ന് പറയുന്നത്? നേച്ചറിൻ്റെ ഉള്ളിലുള്ള ഒരു കോമ്പൗണ്ട്, മെറ്റാലിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കളും കാണും, നോൺ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കൾ വേണം. നമ്മൾ ഇതിൽ നിന്ന് മെറ്റൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ആ ഒരു മെറ്റൽസ് കൂടിയുള്ള ഒരു നാച്ചുറലി ഒക്കേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മിനറൽസിനകത്ത് ആരൊക്കെ ഉണ്ടാകും? മെറ്റൽസും കാണും, അതുപോലെ തന്നെ നോൺ മെറ്റൽസും ഒരു മിനറൽസിൻ്റെ അകത്ത് കാണും. ഇനി കണ്ടോ, ഞാനിവിടെ കാണിച്ചേക്കുന്ന കുറച്ച് മിനറൽസിൻ്റെ പിക്ചേഴ്സാണ് ഈ കാണിച്ചേക്കുന്നത്. ബോക്സൈറ്റ്, കോപ്പർ പൈറേറ്റ്, ഹേമൈൻ, കാലമൈൻ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, ടെൻഷൻ ആവണ്ട. പക്ഷേ ഇതൊക്കെ ഓരോ മെറ്റൽസിൻ്റെയും മിനറൽസാണ്. അതായത് ഞാൻ പറഞ്ഞു മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറലി ഒക്കറിങ് മെറ്റൽസ് ഓർ കോമ്പൗണ്ട്സ്, അതിനെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പം മിനറൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മെറ്റൽസ് ഇടുന്നത്. അതിനകത്ത് മെറ്റൽ മാത്രമാണോ? അല്ല, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സും കാണും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റൽസിൻ്റെ പല മെറ്റൽസിൻ്റെ മിനറൽസാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന സാധനം അലൂമിനിയത്തിൻ്റെ മിനറലാണ്. കോപ്പർ പൈറേറ്റ്സ്, പേരിൽ തന്നെ ഉണ്ടല്ലോടാ. കോപ്പർ പൈറേറ്റ്സ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ മിനറലാണ്. ഇനി ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അയേണിൻ്റെ മിനറലാണ്. ഇത് ഭംഗിയാണല്ലേ, ഒരു ഡയമണ്ട് ഒക്കെ പോലെയുണ്ട്. ഇനി കാലമൈൻ എന്ന് പറയുന്നത് സാധനത്തെ ശരിക്കും ഈ ഫോട്ടോയിൽ കാണുന്നേക്കാൾ നല്ല ഭംഗിയാണ് കാലമൈൻ എന്ന് പറയുന്ന സാധനം. കാരണം ഒരു അക്വ ബ്ലൂ കളറിൽ ഈ പവിഴപ്പുറ്റൊക്കെ പോലെ ഇരിക്കും, നല്ല രസമാണ് അതിനെ കാണാൻ. അപ്പോൾ ഇത് സിങ്കിൻ്റെ മിനറലാണ് ഈ കാണുന്നത്. സോ ഇങ്ങനെ ഓരോ മിനറൽസും ഓരോ മെറ്റൽസിനും ഉണ്ട്. അപ്പോൾ ആ മെറ്റൽസ് നമ്മൾ ഓൾറെഡി സയൻറ്റിഫിക് ഡാറ്റയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു മെറ്റലിന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മിനറലാണോ കാണുള്ളൂ? അതായത് ഒരു മെറ്റൽ, ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസ് ചെയ്യാൻ എടുക്കാം. അലൂമിനിയം ബോക്സൈറ്റ് ആണല്ലോ. അപ്പോൾ ബോക്സൈറ്റ് മാത്രമാണോ ഈ അലൂമിനിയത്തിന് മിനറലായിട്ടുള്ളത്? അലൂമിനിയം വേറെ കുറേ സ്ഥലത്ത് ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ, ഗോൾഡ് എല്ലാവരും പറയുന്ന ഗോൾഡ്
നമുക്ക് ഭൂമിക്ക് അടിയിൽ നിന്നാണ് കിട്ടണേന്ന്. പക്ഷേ ഈ സീ വാട്ടറിലൊക്കെ ഗോൾഡിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ ചില മോഡേൺ സയൻസിൽ പറയുന്നുണ്ട്, ഈ നമ്മുടെ വാഴയിലയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഗോൾഡിൻ്റെ അംശമുണ്ട്. പക്ഷെ അത് വളരെ നാനോ പാർട്ടിക്കിളാണ്, വളരെ ചെറിയ അംശമാണ് ഉള്ളത്. പിന്നെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്താലും വലിയ പ്രോസസ്സാണ്. എക്സ്ട്രാക്ട് ചെയ്താലും വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീട്ടിലെ വാഴയില കൊണ്ട് വാഴ വെട്ടാൻ പോരുത്. പക്ഷേ വാഴയിലയിലൊക്കെ ചെറിയ അംശത്തിൽ ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നു. ഇനി ആസ്ട്രോനോട്ട്സ് ഒക്കെ പോവില്ലേ, ആസ്ട്രോനോട്ട്സ് ഒരു സ്യൂട്ടൊക്കെ ഇടില്ലേ, ആ സ്യൂട്ടിൻ്റെ ആ ഗ്ലാസ് ലെയർ ഉണ്ടല്ലോ, അതിൽ ഗോൾഡ് ചെറിയ പാർട്ടിക്കിളായിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പുറത്ത്, അതായത് ഔട്ടർ സ്പേസിൽ കുറേ നമ്മൾ ഈ കാണുന്ന വിസിബിൾ സ്പെക്ട്രം മാത്രമല്ല, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് ഫിസിക്സ് പഠിച്ചതാണല്ലോ, മിസ് അത് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് വിസിബിൾ സ്പെക്ട്രം മാത്രമല്ല, കുറേ ഹാംഫുൾ ആയിട്ടുള്ള റേസസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാത്ത അത്രയും, അതായത് നമുക്ക് ഔട്ടർ സ്പേസ് 15% നമ്മൾ ഹ്യൂമൻസ് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ബാക്കിയെല്ലാം നമുക്ക് അറിയില്ല. അപ്പോൾ 15% നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന രശ്മികൾ, അതിൽ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളും കാണും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന സാധനം ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലോ റേസൊക്കെ. അപ്പോൾ അതിന് വല്ല ഹാംഫുൾ ആയിട്ടുള്ള റേസ് ഒന്നും നമ്മുടെ കണ്ണിൽ വന്ന് അടിക്കാതെയും നമ്മുടെ മുഖത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഗ്ലാസ്സിൽ നമ്മൾ ഈ ഗോൾഡിൻ്റെ കുഞ്ഞി തരികൾ, പാർട്ടിക്കിൾസ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ഷീറ്റ് പോലെ, നമുക്ക് വിസിബിൾ അല്ല, അത്രയും ചെറിയ പാർട്ടിക്കിൾ. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തെക്കാളും കുഞ്ഞാണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. സോ അത്രയും ചെറിയ ഗോൾഡ് പാർട്ടിക്കിൾസ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഹെൽമെറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം, അതപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം തന്നെ, അതായത് ഒരു മെറ്റലിന് ഒരു പർട്ടിക്കുലർ ഒരു മിനറൽ മാത്രമല്ല, പല പല ടൈപ്പ് ഓഫ് മിനറൽസ് കാണും. ഇപ്പം അലൂമിനിയത്തിൻ്റെ ഞാൻ കേസ് എടുക്കുകയാണെങ്കിൽ, അലൂമിനിയത്തിന് നമുക്ക് ബോക്സൈറ്റ് മാത്രമല്ല അലൂമിനിയത്തിനുള്ളത്. അലൂമിനിയം ഒന്ന് ബോക്സൈറ്റിൽ കാണാൻ പറ്റും, രണ്ട് നമുക്ക് ക്ലേയിൽ അലൂമിനിയം കാണാൻ പറ്റും. നമ്മുടെ ക്ലേ ഇല്ലേടാ, സാധാരണ ക്ലേ, ആ ക്ലേയിൽ അലൂമിനിയത്തിൻ്റെ ഒരു മിനറലാണ് ഈ പറയുന്ന ക്ലേ എന്ന് പറയുന്നത്. പിന്നെ ക്രയോലൈറ്റ് എന്ന് പറയുന്ന വേറൊരു മിനറലും കൂടി ഉണ്ട് അലൂമിനിയത്തിന്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും, ബോക്സൈറ്റ്, ക്ലേ, ക്രയോലൈറ്റ്, ഈ മൂന്നെണ്ണത്തിലും നമുക്ക് അലൂമിനിയം കാണാൻ പറ്റും. സോ അലൂമിനിയം നോക്കുമ്പോൾ തന്നെ മൂന്നെണ്ണത്തിലും അലൂമിനിയം ഉണ്ട്. പക്ഷേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി അലൂമിനിയം മെറ്റൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോക്സൈറ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കാം? ഈ മൂന്നെണ്ണത്തിലും എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിനുള്ളിൽ എന്താ ബോക്സൈറ്റിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറൊന്നുമല്ല, ബോക്സൈറ്റിലാണ് അലൂമിനിയം കണ്ടൻറ്റ് കൂടുതലുള്ളതും അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും, അതായത് എക്സ്ട്രാക്ഷൻ കുറച്ചുകൂടെ എളുപ്പം ബോക്സൈറ്റിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ബോക്സൈറ്റാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആ അലൂമിനിയത്തിൻ്റെ ഒന്നോടെ ഞാൻ എഴുതി തരാം. നമ്മൾ പറഞ്ഞത് എന്താ, അലൂമിനിയത്തിന് അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ അലൂമിനിയം എടുക്കുകയാണ്. അലൂമിനിയത്തിന് മാത്രമല്ല ബാക്കിയുള്ള ഈ പറയുന്ന മെറ്റൽസിനും ഇതുപോലെ തന്നെ ഒത്തിരി മിനറൽസ് ഉണ്ട്. കോപ്പർ പൈറേറ്റ്സ് മാത്രമല്ല കോപ്പറിനുള്ളത്, കോപ്പറിനും മൾട്ടിപ്പിൾ ഇതുണ്ട്. നമുക്കിപ്പോൾ അലൂമിനിയം എടുക്കാം, കാരണം ടെക്സ്റ്റിൽ തന്നേക്കുന്ന എക്സാമ്പിളും അലൂമിനിയമാണ്. ഇപ്പോൾ അലൂമിനിയത്തിന് ഞാൻ പറഞ്ഞു ഒരു മിനറൽ ബോക്സൈറ്റ്. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് അലൂമിനിയത്തിൻ്റെ നമ്മുടെ ക്ലേ, സാധാരണ ചെളി, നമ്മുടെ ഈ മണ്ണ്. അത് രണ്ടാമത്തെയാണ് ക്രയോലൈറ്റ്. എന്താണ് ക്രയോലൈറ്റ്? ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന സാധനം Al2O3 2H2, ഇതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല. ഇത് O ആട്ടോ മിസ്സിൻ്റെ, 6 അല്ല കേട്ടോ. H2. ഇനി ക്ലേ എന്ന് പറയുന്ന സാധനം Al2O3 2SiO2 2H2. ഇതാണ് നമ്മുടെ ക്ലേയുടെ ഫോർമുല. ആൻഡ് ഫൈനലി ക്രയോലൈറ്റ് വരുന്നത് Na2Al(F6). അപ്പോൾ ഇതിനകത്ത് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇവിടെ അലൂമിനിയം ഒരു മോളിക്യൂൾ, ഒരു ആറ്റമാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ക്ലേയിലും ബോക്സൈറ്റിലും അലൂമിനിയം കുറച്ചുകൂടെ Al2O3 ഉണ്ട്, ഇവിടെ Al2 ഉള്ളൂ. രണ്ടിലും 2 അലൂമിനിയം വീതം ഉണ്ട്. അപ്പോൾ പക്ഷേ
കമ്പാരിറ്റീവ്ലി ക്ലേനേക്കാളും ബോക്സൈറ്റ് ആണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ. അതായത് ഒന്ന് നിനക്ക് ഇത്ര അടുത്ത് പോയാൽ മതി, അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങാൻ കിട്ടുമെങ്കിൽ ഒരു ബുക്ക് നിനക്കിപ്പോൾ വാങ്ങണം, വീടിൻ്റെ തൊട്ടടുത്തുള്ള ബുക്ക് കടയിലും ആ ബുക്ക് ഉണ്ട്, ഒരു 16 കിലോമീറ്റർ പോയാലും സെയിം ബുക്ക് ഒരു കടയിലുണ്ട്, രണ്ടിനും സെയിം റേറ്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുന്നത്? യാത്ര നോക്കും, ട്രാവൽ ഡിസ്റ്റൻസ് നോക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പാടാണ്, പ്രൊസീജിയർ കുറച്ചുകൂടെ കൂടുതലാണ്, കുറേ കഷ്ടപ്പെടണം സെയിം എമൗണ്ട് അലൂമിനിയം കിട്ടാൻ. എന്നാൽ ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി, സെയിം എമൗണ്ടാണ് അലൂമിനിയം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ കേസിൽ കൂടുതലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു മെറ്റലിന് അല്ലെങ്കിൽ ഒരു മിനറലിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതായത് ഒരു മെറ്റലിൻ്റെ മിനറലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെ നോക്കിയിട്ടാണ്? അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് മിനറൽസ് നമുക്ക് വേണ്ടത്. ഒരു മിനറലിനെ നമ്മൾ സെലക്ട് ചെയ്യണം, കാരണം ഒരു മെറ്റലിന് മൾട്ടിപ്പിൾ മിനറൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മെറ്റലിന് സ്യൂട്ടബിൾ മിനറലിന് വേണ്ട ക്വാളിറ്റീസ്? അതെന്ന് പറയുന്നത് what are the qualities of a mineral which is used to extract a metal? ഒന്ന്, അബൻഡൻസ് ആയിരിക്കണം. അതായത് ഈ മിനറൽ ഒത്തിരി കാണണം. ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിൻ്റെ പൈസയാണോ നമുക്ക് ഗോൾഡിനുള്ളത്? അല്ല, രണ്ടിനും വ്യത്യാസമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം അലൂമിനിയം ഗോൾഡിനേക്കാളും കമ്പാരിറ്റീവ്ലി നമ്മളുടെ ഭൂമിയിലായാലും കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും. അലൂമിനിയത്തിൻ്റെ ഓസ് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന വസ്തു വളരെ പാടാണ് കാണാൻ. ഗോൾഡ് മാത്രമല്ല, പ്ലാറ്റിനം എടുത്താലും സിൽവർ എടുത്താലും ഈ മെറ്റൽസിനൊക്കെ വാല്യൂ കൂടുന്നതിന് കാരണം ഇതിൻ്റെ അതായത് ഇത് സുലഭമായിട്ട് നമുക്ക് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ്. ഏതൊരു മെറ്റലിൻ്റെയും വാല്യൂ ഒന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. സോ ഇവിടെ പറയുന്നത് മിനറലിൻ്റെ കേസാണ്. സോ അലൂമിനിയത്തിൻ്റെ മിനറൽ 3 ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബോക്സൈറ്റ് ആണ്. അത് കൂടുതലായിട്ട് അത് സുലഭമാണ്. ഇനി രണ്ടാമത്തത് ഹൈ മെറ്റൽ കണ്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലേ 3 എക്സാമ്പിൾ നമ്മൾ ബോക്സൈറ്റ് എടുത്തതിൽ നമ്മൾ എടുക്കുന്ന മിനറലിൽ നമുക്ക് വേണ്ട മെറ്റലിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. അതായത് വേണ്ട മെറ്റൽ ഏതോ അതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. അതാണ് ഹൈ മെറ്റൽ കണ്ടൻറ്റ് ആ മിനറലിൽ വേണം. ഇനി ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, അതായത് നിങ്ങളുടെ ഒരു മെറ്റലിന് ഇപ്പോൾ ഇമാജിൻ ചെയ്യുക 100 രൂപയേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ പ്രോസസ്സ് വരുമ്പോൾ എനിക്ക് 5000 രൂപ വരും എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത്രയും പ്രോസസ്സിലേക്ക് ഞാൻ പോവും. ഒരു 100 രൂപയുടെ സാധനം കിട്ടാൻ വേണ്ടി 5000 രൂപ ഞാൻ മുടക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് മെയിൻ കാരണം. അതായത് നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, ഏറ്റവും എളുപ്പത്തിൽ ഒരു മെറ്റൽ അതിൻ്റെ മിനറലിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ അതായിരിക്കും രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് മൊത്തത്തിലുള്ള കോസ്റ്റ് കുറവായിരിക്കണം. അതായത് നമ്മളുടെ ഈ സെപ്പറേഷൻ്റെ കോസ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ കുറവായിരിക്കണം. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിലായിരുന്നു. ഗ്രീക്കിൽ ഈ അലൂമിനിയം ജസ്റ്റ് കണ്ടെടുത്തിട്ടുള്ളൂ. ഒരു പുതിയ ലോഹം പോലെ കണ്ടുപിടിച്ച സമയത്ത് അലൂമിനിയത്തിന് ഈ ഗോൾഡിനേക്കാളും പ്രൈസ് കൂടുതലായിരുന്നു. അതായത് അവിടുത്തെ കിങ് എല്ലാം തൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്ത് അലൂമിനിയത്തിൻ്റെ കഷ്ണങ്ങളില്ലേ അത് വാങ്ങിച്ചായിരുന്നു. കയ്യിലുള്ള സ്വർണ്ണമാലയും സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് അലൂമിനിയം വാങ്ങിച്ചായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അലൂമിനിയം സുലഭമായിട്ടുണ്ടെങ്കിലും അലൂമിനിയത്തിന് ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ടെങ്കിലും അലൂമിനിയം മിനറലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വളരെ പാടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പല രാജകുടുംബങ്ങളും അവരുടെ കയ്യിലുള്ള ഗോൾഡിനേക്കാളും അലൂമിനിയത്തിന് ആ സമയത്ത് വില കൂടുതലായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഗോൾഡ് നാണയങ്ങൾ കൊടുത്ത് കുറേ അലൂമിനിയം പാട്ടകൾ അവർ വാങ്ങിച്ചായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവരത് ഓർത്ത് കരയുന്നുണ്ടാവും. പിന്നീട് 2 സയൻറ്റിസ്റ്റ് വന്നിട്ടാണ് നമുക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ അലൂമിനിയം സെപ്പറേറ്റ് ചെയ്യാമെന്ന് കണ്ടെത്തി. ആ പ്രൊസീജിയർ നമ്മൾ സ്വീകരിച്ചപ്പോൾ അലൂമിനിയത്തിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ റേറ്റ് ടപ്പോന്ന് പറഞ്ഞ് താഴത്തേക്ക് പോയി. അപ്പോൾ അതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം മക്കളെ. ഏതൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് മിനറൽസ് എന്ന് പറഞ്ഞാൽ 1 അബണ്ടൻസ് ആയിരിക്കണം, 2 ഹൈ മെറ്റൽ കണ്ടൻറ്റ് ആവണം, 3 ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ ആവണം, 4 ലോ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കണം. ഇതാണ് 4 എണ്ണം.
ഇനി നമ്മൾ ഇതിൻ്റെ എവിഡൻസ്, നമ്മളിതിൻ്റെ ക്വാളിറ്റീസ് കണ്ടല്ലേ, മെറ്റൽസിൻ്റെ മിനറൽസിൻ്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്ന്ന്. ഇനി ഞാനൊരു പുതിയ വാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഓറെന്ന്. അതായത് ഞാൻ പറഞ്ഞു ഒരു മെറ്റലിന് പല ടൈപ്പ് മിനറൽസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ മിനറൽ, ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ 3 മിനറൽസിന് നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത ആരാ? ബോക്സൈറ്റിനെയാണ്. അപ്പോൾ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ഓറാണ്. അതെന്താ ഓറ് അതായത് ORE, ഓർ. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ഓറാണ് വരുന്നത്. അതെന്താണ് ഈ ORE, ഓർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി. അതായത് നമ്മൾ കുറച്ച് മുമ്പ് മിനറൽസിൻ്റെ നല്ലൊരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആ മിനറലിൽ നിന്ന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു കറക്റ്റ് ആളെ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, സ്വയംവരത്തിൽ വരനെ ചൂസ് ചെയ്യുന്ന പോലെ എല്ലാ സൽഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു മിനറലിനെ നമ്മൾ കുറേ മിനറൽസിൽ നിന്ന് നമ്മളങ്ങനെ ചൂസ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത സാധനത്തെയാണ് നമ്മുടെ വരൻ, അതായത് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഓറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എനി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി. പൈസ വേണം നമുക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് എക്കണോമിക്കലിയും അതുപോലെ തന്നെ ഈസി ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. കോസ്റ്റും നോക്കുമ്പോഴും ചീപ്പായിരിക്കണം, കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കണം. അതുപോലെ തന്നെ കൂടുതൽ കണ്ടൻറ്റ് വേണം, അതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ള ആ തന്നേക്കുന്ന മിനറൽസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മിനറലിനെയാണ് നമ്മൾ ഓറെന്ന് വിളിച്ചത്. അപ്പം മിനറൽ എന്താ? മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഓക്കറിങ് കോമ്പൗണ്ട്സ്. അതിനകത്ത് ഈ പറയുന്ന നോൺ മെറ്റാലിക് ഒക്കെ ഉണ്ട്, ഓറിനകത്തും ഉണ്ട്. ആ കിട്ടിയ മിനറൽസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത മിനറലാണ് ഓർ എന്ന് പറയുന്നത്. രണ്ട് തമ്മിൽ കൺഫ്യൂസ് ആവരുത്, തെറ്റിപ്പോകൂലല്ലോ. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വരന്മാരും, അതിൽ നിന്ന് നമ്മൾ സ്വയംവരത്തിന് ചൂസ് ചെയ്ത ആളാണ് നമ്മുടെ ഓറ്. ഓക്കെ, ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റലിന് കുറേ ഓറുണ്ട്. ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസ് എടുത്ത് നമ്മൾ എടുത്തേക്കുന്ന ഓറാണ് ബോക്സൈറ്റ്, 3 എണ്ണത്തിൽ നിന്ന് നമ്മൾ എടുത്തത്. അയേണിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോർമുലാസാണ് ഈ സൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ അലൂമിനിയത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ഓറാണ് ബോക്സൈറ്റ്, അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ അയേണിൻ്റെ കേസിൽ 2 ഓറുണ്ട് നമുക്ക്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. കോപ്പറിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോപ്പറിന് മൾട്ടിപ്പിൾ ഓറുകളുണ്ട്, അതായത് കോപ്പർ പൈറേറ്റ്സ്. അപ്പോൾ ഇതിനും കൂടുതൽ മിനറൽസ് ഉണ്ട് കോപ്പറിന്. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്ത കോപ്പറിൻ്റെ കേസിൽ ചൂസ് ചെയ്ത 3, അതായത് കോപ്പർ ഒരു അറേഞ്ച് മാരേജ് എടുത്ത്, അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായ 3 ഓപ്ഷൻസാണ് കൊണ്ടുവന്നത്: കോപ്പർ പൈറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഇനി അതേസമയം സിങ്കിന് 2 ഓപ്ഷൻ ഉണ്ട്: സിങ്ക് ബ്ലെൻഡ്, കാലമൈൻ. അതാണ് 2 എണ്ണം. ഇനി അടുത്തത് നമ്മൾ എന്നുള്ള ടിന്നാണ്. അതിനെ നമ്മൾ ടിൻ സ്റ്റോൺ എന്നും വിളിക്കാം. ടിൻ സ്റ്റോൺ എന്ന് വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് എളുപ്പം. അതാണ് കൂടുതലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മിനറൽസിൽ നിന്ന് ഓറ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ഓരോ മെറ്റൽസിൻ്റെ ഓറും അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് തന്നേക്കണേ. ഇതിനകത്ത് നിങ്ങൾ അലൂമിനിയത്തിൻ്റെ എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം, ബോക്സൈറ്റ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് അയേണാണ്. അതുപോലെ തന്നെ പിന്നത്തത് കോപ്പറിൻ്റെ കാര്യത്തിൽ കോപ്പർ പൈറേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇതിനകത്ത് കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് പാടാണെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബോക്സൈറ്റിൻ്റെയും അതുപോലെ തന്നെ കോപ്പർ പൈറേറ്റിൻ്റെയും അയേണിൻ്റെ ഹെമറ്റൈറ്റിൻ്റെയും ഒക്കെ കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾക്ക് മനഃപ്പാടമായിരിക്കണം. ഓക്കെ, ഇതും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അങ്ങനെ ഓറിന് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഓറെന്ന് പറയുന്ന സാധനത്തിൽ ഈ പറയുന്ന ഓറ് കാണുമ്പോൾ തന്നെ അത് മെറ്റലാണോ? ഞാൻ പറഞ്ഞു അല്ല. നമ്മൾ ചൂസ് ചെയ്തൊരു മിനറലിനെ കണ്ടൻ്റാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആളാണ് നമ്മുടെ ഓറെന്ന് പറയുന്നത്. ഇതിനകത്ത് മെറ്റൽ മാത്രമല്ല ഉള്ള മക്കളെ, അതിനകത്ത് ചിലപ്പോൾ നോൺ മെറ്റാലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കാണും, പിന്നെ കുറേ പൊടിയും ചെളിയും മണ്ണൊക്കെ കാണും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെറ്റൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. അതായത് എല്ലാം കൂടിയ ഒരു സംഭവമാണ് ഈ പറയുന്ന ഓറെന്ന് പറയുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കാണും. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് നമ്മുടെ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് സെപ്പറേഷൻ ഓഫ് മെറ്റൽ. ഈ ചാപ്റ്ററിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഇതിനെ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്.
അത് ബേസിക്കലി 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ആണ്. അതായത് ഈ കിട്ടിയ ഓറിൽ നിന്നും നമ്മൾ ഓറിങ്ങനെ ഭയങ്കര ഡൈല്യൂട്ടഡ് വേർഷൻ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അതിനെല്ലാത്തിനെയും അതായത് ഒരു മുറി വൃത്തിയാക്കാൻ പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്, അതായത് പരീക്ഷ എല്ലാം കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ മുറിയിൽ അവിടെ നോട്ട്സ്, പേപ്പർ, ബുക്ക്, കാര്യങ്ങൾ എല്ലാം കാണും. ആകെ അലങ്കോലമായിരിക്കും. പക്ഷേ വീട്ടിൽ ഒന്നും മിണ്ടില്ല. കാരണം നിങ്ങൾ എക്സാമിന് സ്ട്രെസ്ഡ് ആയിരിക്കും, പഠിക്കട്ടെ എന്ന് കരുതും. പക്ഷേ എക്സാം കഴിഞ്ഞ് നിങ്ങൾ വെക്കേഷന് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ഭയങ്കര ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് അടുക്കി പെറുക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റൂമെല്ലാം തൂത്തുകൂട്ടി വരും. ഇപ്പോൾ മുറി തൂക്കുന്നത് എങ്ങനെയാണ്, ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാണ് വേസ്റ്റിലേക്ക് എടുത്ത് മാറ്റുക. സെയിം തിങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതായത് അവിടെ ഇവിടെയൊക്കെ കിടന്ന ഓറിനെ നമ്മളെല്ലാം കൂടെ കൊണ്ടുവന്ന് ബാക്കീനെ ഒഴിവാക്കി ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു. അതായത് എവിടെയാണോ മെറ്റലിൻ്റെ അളവ് കൂടുതലുള്ളത് അതിനകത്തും പൊടിയും മണ്ണൊക്കെ കാണും, പക്ഷെ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കൂട്ടിയെടുത്തു. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറ്. നെക്സ്റ്റ് നമ്മൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും ഈ മെറ്റലിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ആ മെറ്റലിനെ നമ്മൾ ഓറിനെയും മെറ്റലിനെയും തമ്മിൽ അങ്ങ് സെപ്പറേറ്റ് ചെയ്തങ്ങ് എടുക്കും. അടുത്തതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷനാണ്. ഓറിൽ നിന്ന് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു, പക്ഷെ അതിൻ്റെ പുറത്ത് മൊത്തം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ കാണും. അതായത് ആ മെറ്റൽ അത്രയും പ്യുവർ ആയിരിക്കില്ല, പിന്നെയും പോവാത്ത കുറേ പാർട്ടിക്കിൾസ് കാണും. അപ്പോൾ അതിനൊന്ന് പോളിഷ് ചെയ്ത് അതിനെ വളരെ ക്ലീൻ ആക്കി നമ്മൾ എടുക്കും. അതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. സോ ഇങ്ങനെ 1, 2, 3 സ്റ്റേജസ് ആണ് നമുക്ക് ഈ പറയുന്ന മെറ്റൽ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിൽ നടക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ സ്റ്റേജാണ് നമുക്കിപ്പോൾ പഠിക്കേണ്ടത്. 3 സ്റ്റേജ് നമ്മൾ പഠിക്കും. ഫസ്റ്റ് സ്റ്റേജ് നോക്കാം, വിച്ച് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ഓറിനകത്ത് നമുക്ക് വേണ്ട സാധനം കാണും. ഇപ്പോൾ ബോക്സൈറ്റ്, ഞാൻ അലൂമിനിയം എടുത്തിൻ്റെ ബോക്സൈറ്റ് എടുത്തു. അപ്പോൾ ബോക്സൈറ്റ് എടുക്കുമ്പോൾ ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോമിൽ എന്താടാ, Al2O3 2H2O. ഇതാണ് നമ്മുടെ ബോക്സൈറ്റ്. ഇതിനകത്ത് അലൂമിനിയം മാത്രമാണോ നിനക്കൊക്കെ കാണാൻ പറ്റുന്നത്? അല്ല, ഓക്സിജൻ കാണാം. അതായത് നോൺ മെറ്റാലിക് ആയിട്ട് ഓക്സിജൻ കാണാൻ പറ്റും, ഓക്സൈഡ് കാണാൻ പറ്റും, അതുപോലെ നമുക്ക് വാട്ടറും കാണാൻ പറ്റും. ഇനി ഇതാണ് ഓർ. വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതിന് മെറ്റലിന് നമുക്ക് ഫസ്റ്റ് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഭാഗമാണ് ഇവിടെ. ഈ വേണ്ടാത്ത ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആയിട്ട് കണക്കാക്കാം. എന്താണ് ഇംപ്യൂരിറ്റീസ്? ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഈ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ വിളിച്ച പേരാണ് ഗാംഗീന്ന്. എന്താണ് ഇംപ്യൂരിറ്റീസിനെ നമ്മൾ വിളിച്ച പേരാണ് ഗാംഗീന്ന്. GANGUE, ഗാംഗി. ഇനി ഞാൻ അങ്ങോട്ട് ഈ പേര് ഓർത്ത് വെച്ച് ഇനി ഞാൻ അങ്ങോട്ട് ഓറിൽ നിന്നും ഗാംഗി മോറും ഇതായിരിക്കും, ഈ ടേംസ് ആയിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗാംഗി ഓർ. അപ്പോൾ ഗാംഗി എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റീസ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. ഓറാണ് നമുക്ക് വേണ്ട കാര്യം, സംഭവം. അപ്പോൾ ഒരു ഓറിൽ നിന്ന് നമ്മൾ ഗാംഗീനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ, അതായത് കോൺസെൻട്രേഷൻ ഓറിൻ്റെ ആദ്യത്തെ ഒരു സെപ്പറേഷനാണ് ലേവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് എന്നുള്ളത്. അതായത് ലേവിഗേഷൻ, ഈ ലേവിഗേഷൻ്റെ വേറൊരു ടേമാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്നുള്ളത്. നമ്മൾക്ക് ഈ കെമിസ്ട്രിക്കാർക്ക് ഈ ഹൈഡ്രോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വാട്ടർ എന്നാണ്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം അടിച്ച് കഴുകുക, നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അതിനെയാണ് ഈ പറയുന്ന ലേവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ടേമാണ് ഹൈഡ്രോളിക് വാഷിംഗ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാ ഓറുകളിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ചില ഓറുകളിൽ, അതായത് ചില മെറ്റൽസിൻ്റെ ഓറുകളിൽ മാത്രമാണ് ഈ പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കോൺസെൻട്രേഷൻ ഈ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, സംടൈംസ് മെറ്റൽസിനും ഗാംഗി നോക്കുകയാണെങ്കിൽ ആ മെറ്റൽ ഈ പറയുന്ന ഗാംഗീനേക്കാളും കുറച്ചുകൂടെ ഡെൻസർ ആയിരിക്കും. അതായത് ഈ ഓറെന്ന് പറയുന്ന സാധനം, മെറ്റലല്ല, ഓറെന്ന് പറയുന്ന സാധനം ഗാംഗീനേക്കാളും കുറച്ചുകൂടെ ഡെൻസർ ആയിരിക്കും, അതായത് വെയിറ്റ് കൂടിയതായിരിക്കും. ഈ പറയുന്ന ഇംപ്യൂരിറ്റീസിന്
നേരെ തിരിച്ച് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് നമ്മളൊരു വെള്ളത്തിലിങ്ങനെ കലക്കും. അതായത് ഒരു വലിയൊരു ഫണൽ പോലത്തെ, ഇതൊരു ബീക്കറാണ്, ഒരു വലിയ ചേമ്പറാണ്. അപ്പോൾ ഒരു ചേമ്പറിനെ കണക്കാക്കുക. ആ ചേമ്പറിൽ ഇവിടേക്കോടെ താഴത്തോടെ നമ്മൾ വെള്ളം കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ വെള്ളം പമ്പ് ചെയ്തങ്ങ് കയറ്റും. എന്നിട്ട് നമ്മൾ ഈ ഓറിനെ നന്നായിട്ട് പൊടിക്കും. നന്നായിട്ട് പൊടിച്ചിട്ട് പൗഡേർഡായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് മിക്സാകും. ഇങ്ങനെ മിക്സ് ആകുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗാംഗിക്ക് എന്തായിരിക്കും, അതായത് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസിന് ഓറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇവ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കാം. നമ്മൾ പഠിച്ചതല്ലേ ലൈറ്റ് വെയിറ്റ്. അതായത് നീ കല്ലും ഒരു നൂലും ഇട്ടു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, ഏത് സാധനം, കല്ല് താഴത്തേക്ക് പോകും, നൂല് മുകളിലിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. കാരണം എന്താ, കല്ലിന് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് താഴ്ത്തു പോയി. നൂലിന് വെയിറ്റ് ഇല്ല, മുകളിൽ പൊന്തിക്കിടന്നു. അല്ലെങ്കിൽ പേപ്പർ ആണെങ്കിലും മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ പ്രതലത്തിൽ പൊന്തിക്കിടക്കും, നമ്മുടെ കല്ല് താഴത്തേക്കും പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഗാംഗ് ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. താഴത്ത് നമ്മുടെ ഓറ് ഈ പറയുന്ന ഗാംഗിനേക്കാളും ഡെൻസർ ആയതുകൊണ്ട് താഴെ വന്നത് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കിടക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഓറ് മാത്രം അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ താഴത്തു നിന്ന് ഒരു ട്യൂബ് വെച്ച് നമ്മൾ ഈ പറയുന്ന കോൺസെൻട്രേറ്റ് ചെയ്ത് ഓറിന് നമുക്ക് കിട്ടും, ഗാംഗിൽ നിന്ന് സെപ്പറേറ്റ് ആയത്. അങ്ങനെ അതേ കിടക്കണടാ. നമ്മുടെ ഓറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഓറിനെ നമുക്ക് താഴെ അങ്ങ് കിട്ടും. ഇതാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഗാംഗി അതായത് ഡെൻസിറ്റി ഓഫ് ഗാംഗി നമ്മുടെ ഓറിനേക്കാളും എപ്പോഴും കുറവാകുമ്പോൾ. ഞാനിങ്ങനെ എഴുതാം, ഡെൻസിറ്റിന്ന് എഴുതാം. സോ ഓറും ഗാംഗിയും പറയുമ്പോൾ ഈ പറയുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗാംഗിയുടെ ഡെൻസിറ്റി ഓറിനേക്കാളും കുറവാകുമ്പോൾ, ലെസ് ആകുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലും ഓക്സൈഡ് ഓസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓക്സൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റൽസിൻ്റെ ഓക്സൈഡ് ആയിട്ടുള്ള ഓസിലാണ് നമ്മൾ ഇത് കൂടുതലും. എക്സാമ്പിൾ ബോക്സൈറ്റ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, കാരണം അതിൽ ഓക്സിജൻ നമ്മൾ കെമിക്കൽ ഫോമിലിയിൽ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓസിലായിരിക്കും നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ലേവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് കാണാം. അടുത്ത സ്റ്റെപ്പല്ല, അടുത്തൊരു രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രൊസീജിയറാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നമ്മൾ ഒരു പ്രൊസീജിയർ കണ്ടു കോൺസെൻട്രേഷൻ ഓഫ് ഓസിനകത്ത്, അത് ഹൈഡ്രോളിക് വാഷിംഗ് ആയിരുന്നു. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ രണ്ടാമത്തെ ഒരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ കൂടുതലും നമ്മൾ ഈ സൾഫൈഡ് ഓസ് അതിലാണ് സൾഫൈഡ് ആയിട്ട് ബന്ധപ്പെട്ട ഓസിനകത്തായിരിക്കും നമ്മൾ ഈ മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കണ്ടതിൽ എന്തായിരുന്നു, ഗാംഗിക്കായിരുന്നു ഡെൻസിറ്റി കുറവ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഗാംഗിക്ക് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഗാംഗി കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. എന്തിനെ? ഓറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നേരെ മറ്റേ ഹൈഡ്രോളിക് വാഷിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമുക്കിവിടെ ഗാംഗി ഡെൻസിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗാംഗി is more denser than ore. ഇത് കൂടുതലും സൾഫൈഡ് ഓസിലാണ് വർക്ക് ആവുന്നത്. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചേമ്പറിനകത്ത് വാട്ടറും അതുപോലെ തന്നെ ഇവിടെ പൈപ്പ് ഓയിലല്ല, പൈൻ ഓയിലാട്ടോ. പൈൻ ഓയിലാണ്. ഒരു വാട്ടറിൻ്റെയും പൈൻ ഓയിലിൻ്റെയും ഒരുതരം ഓയിലാണ്. ആ ഓയിലിൻ്റെയും ഒരു മിക്സ്ചർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ പൊടിയിട്ട് കലക്കുന്നത് സ്പൂൺ വെച്ചിട്ടായിരിക്കില്ലേ. ഇവിടെ സ്പൂൺ പോലെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ എയറാണ്. ഹൈ പ്രഷറിൽ എയർ നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് ഒരു മോട്ടറിലേക്ക് അടിക്കും. അപ്പോൾ എന്തുണ്ടാവും, ആ മോട്ടറിൻ്റെ വിങ്സ് കറങ്ങാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്റ്റിറിങ് നടക്കും. അപ്പം നല്ല ഫോഴ്സിൽ സ്റ്റിർ ആകുമ്പോൾ ഇവിടെ ഒരു ഫോർത്ത് എന്ന് പറഞ്ഞാൽ പത ഫോം ആകും. അപ്പോൾ ഈ ഗാങ് പാർട്ടിക്കിൾ സൾഫൈഡ് ഓസ് പൊതുവേ ഹൈഡ്രോഫോബിക് നേച്ചറാണ്. അതായത്
വെള്ളമായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കില്ല, പകരം ഓയിലായിട്ട് അതിങ്ങനെ അട്രാക്റ്റ് ആകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പത എന്ന് പറയുന്നത് ഇവിടെ ഫോർത്ത് ഫോം ചെയ്തേക്കുന്നത് ഓയിലാണ് ഫോർത്തായിട്ട് മാറുന്നത്. അപ്പോൾ അതിലേക്ക് പറ്റിപ്പിടിക്കുന്ന സ്വാഭാവികമായിട്ടും സൾഫൈഡിൻ്റെ ഓറാണ്. ഓറ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ലെസ് ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ ഫോർത്തിൽ ഓറ് വന്നിട്ട് കയറിയിട്ടുണ്ടാവും. താഴെ നമ്മുടെ ഗാംഗി താഴെ വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ നമുക്കിത് ഫിൽറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം മേലിൽ നിന്ന് ഈ ഫോർത്ത് പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിന് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത് ഡ്രൈ ചെയ്തെടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നത്. ഒന്നുമില്ലടാ, ഒരു ചേമ്പറിനകത്ത് നമ്മൾ ഈ പറയുന്ന വാട്ടറിൻ്റെയും പൈൻ ഓയിലിൻ്റെയും ഒരു മിക്സ്ചർ എടുക്കും. എന്നിട്ടിത് നന്നായിട്ട് സ്റ്റിർ ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് കുറച്ച് ഫ്രോത്ത് ഫോം ആകും. ആൻഡ് ഇതിവിടെ എന്താവും, ഈ ഫ്രോത്തിലേക്ക് സൾഫൈഡ് ഓറ് കയറി അട്രാക്റ്റ് ചെയ്ത് പിടിക്കും. ലേറ്റർ നമ്മൾ ഈ ഫ്രോത്ത് അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഓറ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ. ഇവിടെ കൂടുതൽ നോക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിക് വാഷിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഗാംഗി ആയിരിക്കും കൂടുതൽ ഡെൻസിറ്റി കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് താഴെ വന്നിട്ട് അക്യുമുലേറ്റ് ആകും. അതാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ കോൺസെൻട്രേറ്റ് നോഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഇത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്. മാഗ്നറ്റ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നതെന്ന്. അതേ മക്കളെ, അയേൺ ആണ്. അതായത് നമ്മൾ കുഞ്ഞുനാളിൽ ഈ മണ്ണിലിങ്ങനെ മാഗ്നറ്റ് വെച്ച് കളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം അതിൻ്റെ ഭാഗത്ത് പറ്റിപ്പിടിക്കും, അയേൺസ് വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഓസാണ് മാഗ്നറ്റിക് ടൈപ്പ്. അപ്പോൾ ഇതിനകത്ത് ഓറിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗാംഗയ്ക്കോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം. അതായത് മാഗ്നറ്റായിട്ട് അവർ അട്രാക്റ്റ് ആവണം. ഏതെങ്കിലും ഒന്ന്, രണ്ടുമല്ല. ഒന്നുകിൽ ഓറിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗാംഗയ്ക്ക് ഇമ്പ്യൂരിറ്റീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം. സോ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ചക്രം പോലെ നിങ്ങൾ കാണുന്നില്ലേ? ഈ ഇങ്ങനെ കാണുന്ന ഇത് രണ്ടെണ്ണം മാഗ്നറ്റിക് റോൾസ് ആണ്. അതായത് രണ്ട് വലിയ മാഗ്നറ്റാണ്. അത് ഇവിടെ ഒരു ബെൽറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ഈ സൈക്കിളിൻ്റെ ചെയിൻ പോലെ ഇതിങ്ങനെ ഓപ്പറേറ്റ് ആകും. ഇതിങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പൊടിച്ച പൗഡേർഡ് ഓറ് ഇതിൻ്റെ മേളിക്കോട് ഇങ്ങനെ വെതറി കൊടുക്കും. എന്നിട്ട് ഈ മാഗ്നറ്റിൻ്റെ മേളിക്കോട് അതിങ്ങനെ റോളാകുമ്പോൾ മാഗ്നറ്റ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് ഏത് മെറ്റീരിയലിനാണോ, ഗാംഗയ്ക്കാണോ അഥവാ ഓറിനാണോ, ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണുമല്ലോ. അപ്പോൾ അതിനെ ഇത് അട്രാക്റ്റ് ആകും. അപ്പോൾ ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സാധനം, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇതിനോട് ചേർന്നിങ്ങനെ വീഴും. ബാക്കിയൊക്കെ ഈ ഫോഴ്സിൽ തെറിച്ച് വീഴും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത മെറ്റീരിയൽ ഇങ്ങോട്ട് വേറെ ഭാഗത്തേക്ക് ഇങ്ങനെ തെറിച്ച് വീഴും. അപ്പോൾ ഇങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഗാംഗയ്ക്കാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതെന്ന് വെക്കുക. അപ്പോൾ അതെന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും അത് ഈ മാഗ്നറ്റിനോട് ചേർന്ന് അട്രാക്റ്റ് ആയിട്ട് ഇങ്ങനെ ചേർന്നിങ്ങനെ വരും, ലൈനായിട്ട് ഇങ്ങനെ വീഴും. കുറച്ചുകൂടെ ഫോഴ്സിൽ മാഗ്നറ്റിൽ നിന്നും അകന്ന് വീഴുന്ന ആരായിരിക്കും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തവനായിരിക്കും. അവൻ ഇങ്ങോട്ടാവും. അങ്ങനെ രണ്ട് ഇതായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കണ്ടോ, ഇവിടെ നമുക്ക് നോൺ മാഗ്നറ്റിക് പാർട്ടിക്കിൾസും കിട്ടി, ഇവിടെ നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾസും കിട്ടി. ഇങ്ങനെ രണ്ടുമായിട്ട് സെപ്പറേറ്റ് ആവും. ഇത് കൂടുതലായിട്ട് നമ്മൾക്ക് ഈ ഹേമറ്റൈറ്റ് ഇല്ലേ, അയേണിൻ്റെ അതായത് Fe2O3 അതാണ് ഹേമറ്റൈറ്റ്. അയേണിൻ്റെ മിനറൽസ് ഓറിൽ നമുക്കിത് ചെയ്യാം. പിന്നെ നമ്മളുടെ ടിൻ സ്റ്റോൺ ഇല്ലേ, അതായത് SnO2 ടിൻ സ്റ്റോൺ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. ഇവയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഈ സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേ ഹേമറ്റൈറ്റിൻ്റെ കേസിൽ അയേൺ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്, ഇരുമ്പ്. പക്ഷേ ടിന്നിൻ്റെ കേസിലാണെങ്കിൽ ഗാംഗയ്ക്കാണ് അതേസമയം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഒന്നെങ്കിൽ നമ്മുടെ ഗാംഗയോ അല്ലെങ്കിൽ നമ്മുടെ ഓറിനോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായാൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡായിട്ടുള്ള മാഗ്നറ്റിക് സെപ്പറേഷൻ, തേർഡായിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഓറിൻ്റെ പ്രൊസീജിയർ ഇതാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്മളെ തന്നിരിക്കുന്ന പൗഡേർഡ് ഓറ് ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ നമ്മളങ്ങ് മിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ജോളി ചേച്ചീനെ ഓർമ്മയുണ്ടാവുമല്ലോ, അതായത് സീരിയൽ കില്ലർ
ജോളി ചേച്ചി സൈനൈഡ് കൊടുത്ത് കൊന്നു എന്ന് പറയണേ, അവർക്ക് ഈ സൈനൈഡ് കിട്ടിയിരിക്കുന്നത് സ്വർണ്ണക്കടകളിൽ നിന്നാണെന്ന് പറഞ്ഞു. അതായത് ഈ സ്വർണം, വെള്ളി തുടങ്ങിയ സാധനങ്ങൾക്ക് ലീച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ്, നമ്മൾ തൊട്ട് മുമ്പ് ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ കഴിഞ്ഞ സെഷൻസിൽ കണ്ടതാണല്ലേ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന സ്വർണവും വെള്ളീനെ സംബന്ധിച്ചോളം അവരുടെ സ്യൂട്ടബിൾ സോൾവെൻ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സൈനൈഡോ അല്ലെങ്കിൽ സോഡിയം സൈനൈഡോ ആണ്. എന്താണ്? സോഡിയം സൈനൈഡ് NaCl അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡ് ആണ്. ഈ സൈനൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പോയിസണസ് ആണ്. അത് എല്ലാ വസ്തുക്കളിലും അല്ല. അതായത് ഇപ്പോൾ അയൺ സൈനൈഡ്സ് ഉണ്ട്, കുഴപ്പമില്ല അത്. പക്ഷേ ഈ പൊട്ടാസ്യം സോഡിയം സൈനൈഡ്സ് ഒക്കെ ഹൈലി റിയാക്റ്റീവാണ്, ഹൈലി പോയിസണസ് ആണ്. പുള്ളിക്കാരി അത് കറിയിലിട്ട് കൊടുത്താണ് ആൾക്കാരെ കൊന്നത്. എനിവേ, അപ്പോൾ സോഡിയം അങ്ങനെ ഓരോ മെറ്റൽസിനും അതിൻ്റേതായ സ്യൂട്ടബിൾ സോൾവെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സോൾവെൻറ്റ് നമ്മളിവിടെ ലീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന ഈ സ്യൂട്ടബിൾ സോൾവെൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഈ പറയുന്ന പൗഡർ ഡോർ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറിനകത്ത് 2 ആൾക്കാരുണ്ട്, ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവില്ലേ, അതിന് നമ്മൾ വിളിച്ച പേരാണ് ഗാംഗി. ഗാംഗിയും കാണും, അതുപോലെ തന്നെ ഓറും കാണും. ഈ പറയുന്ന ഓറ് നമുക്ക് ഈ തന്നിരിക്കുന്ന സോൾവെൻറ്റിൽ അലിഞ്ഞു ചേരും, ഡിസോൾവ് ആകും. അതേസമയം നമ്മുടെ ഗാംഗെ ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല, ഇൻസോൾയുബിൾ ആയിരിക്കും. അപ്പോൾ എന്താവും, സുഖമായിട്ട് നമുക്ക് ഒരു വസ്തു അതിൽ ഡിസോൾവ് ആയി, ഒന്നാണെങ്കിൽ ഇൻഡോസോൾവ് ആണ്. അപ്പോൾ ഗാംഗേനെ നമ്മൾ എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റും. ആൻഡ് ഈ ഡിസോൾവ് ആയിരിക്കുന്ന ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ആയിട്ട് സൊല്യൂഷൻ പോലെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് സൊല്യൂഷനായ ഓറിനെ നമ്മൾ ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഇതാണ് ലീച്ചിങ് നടക്കുന്ന. കൂടുതലും നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ഓറ് കണ്ടിട്ടില്ലേ, ബോക്സൈറ്റ് ആണ് കൂടുതലായിട്ടും ലീച്ചിങ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഗോൾഡും കാര്യവും സിൽവറിൻ്റെ കാര്യമൊക്കെ ലീച്ചിങ് പ്രോസസ്സ് യൂസ് ചെയ്യും. ആൻഡ് അതിന് യൂസ് ചെയ്യുന്ന സ്യൂട്ടബിൾ സോൾവെൻ്റ് ആണ് തൊട്ടുമുമ്പ് പറഞ്ഞ സോഡിയം സൈനൈഡ് അഥവാ പൊട്ടാസ്യം സൈനൈഡ്. അങ്ങനെ ഈ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെൻട്രേഷൻ ഓസിൽ വരുന്നത്. നമ്മളപ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ഓസ് എന്ന് പറയുമ്പോൾ ഓരോ നിങ്ങളുടെ ടെക്സ്റ്റിലാണെങ്കിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ, അതായത് ഇപ്പോൾ ഗാംഗേറ്റ് ഹൈ ഡെൻസിറ്റി ഉള്ളതാണെങ്കിൽ എന്താണ് വരുന്നത്, അതായത് ഇനി ഗാംഗയ്ക്ക് ലെസ് ഡെൻസിറ്റി ആണെങ്കിൽ അത് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഗാംഗ കൂടുതലും ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഓറിനേക്കാളും അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അങ്ങനെ ഓരോന്നും ബേസ്ഡ് ഓൺ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഗാംഗി ആൻഡ് ഓറ് വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാണ് 4 എണ്ണം. ഏതൊക്കെയായിരുന്നു ആ 4 എണ്ണം എന്ന് ഞാൻ സമപ്പ് ചെയ്യാണ്. അതായത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതുപോലെ തന്നെ വരുന്നതാണ് ഹൈഡ്രോളിക് വാഷിംഗ്, പിന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ, അത് കഴിഞ്ഞ് ലാസ്റ്റത്താണ് ലീച്ചിങ്. അപ്പോൾ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത കൂടുതൽ നെക്സ്റ്റ് സ്റ്റെപ്സ് ഒക്കെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് നമുക്ക് അടുത്ത സെഷൻസിൽ കാണാം. താങ്ക് യു.